ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടൂരാണ്. അതായത് എൻ്റെ വീട്ടില് ഇപ്പം നല്ല വെയിലും വെളിച്ചമൊക്കെ കാണുന്നുണ്ടെങ്കിലും രാവിലെ ഒരു 8 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഉറക്കണേറ്റ് ബ്രഷ് ചെയ്ത് വരുമ്പോഴത്തേനും അമ്മ ചായ തിളപ്പിച്ച് വെച്ചിരുന്നേ. പിന്നെ അതും എടുത്ത് ഫ്രണ്ടിൽ കുറച്ചധികം സമയം ഇങ്ങനെ ഇരുന്നാണ് ചായ കുടിച്ച് തീർത്തത്. അത് കഴിഞ്ഞതും പിന്നെ ചെയ്ത പണിയുണ്ടല്ലോ, ദാ മുല്ലപ്പൂവ്. ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് പറിച്ചു വെച്ചിരുന്നതാണ്. രാത്രി തന്നെ കോർത്ത് വെക്കുന്നതാണ്. ദാ കണ്ടില്ലേ, ആളയക്കാത്തത് കൊണ്ട് വൈകുന്നേരം അത് കെട്ടിവെക്കൽ നടന്നില്ല. അപ്പൊ രാവിലെ എണീറ്റ് അത് കോർക്കാന്ന് വെച്ചാണ് ഇപ്പൊ പുറത്തെടുത്തത്. പക്ഷെങ്കിൽ ഇപ്പോഴും ആളത് സമ്മതിക്കുന്ന വട്ടൂല്ല കേട്ടോ. ഒരുപാട് നിർബന്ധിച്ച് ബലം പിടിച്ച് വാങ്ങിച്ചാലുണ്ടല്ലോ, ചിലപ്പോൾ ഈ പൂവെല്ലാം മുറ്റത്ത് കിടക്കും. വർഷത്തിൽ ഒരു തവണ പൂക്കുന്ന ഒരു മുല്ലപ്പൂ ഉണ്ടല്ലോ, 3 ദിവസമൊക്കെയാണ് കിട്ടാറുള്ളത് എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഞങ്ങൾ ചെറുപ്പം മുതൽ കേട്ട് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ വീട്ടിൽ പോയ ഈ ഒരു സമയങ്ങളിലുണ്ടല്ലോ, ഒരാഴ്ചയിൽ കൂടുതലൊക്കെ അതുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് മുല്ലപ്പൂ കിട്ടിയിരുന്നു. മോൻ അപ്പുറത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനും ഇങ്ങനെ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. കുറച്ച് സമയമായപ്പോഴുണ്ടല്ലോ ഫ്രണ്ടിൽ ഒരു ഫ്രൂട്ട്സ് വണ്ടി വന്നു. അപ്പൊ അമ്മമ്മയും കുട്ടികളും കൂടിയിട്ട് അതിനകത്ത് എന്താ ഉള്ളത്, എന്തെങ്കിലും വാങ്ങിക്കണോന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പൂവൊക്കെ കെട്ടി തീർക്കാൻ പറ്റി കേട്ടോ. അവര് ഫ്രൂട്ട്സ് വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലെ 2 കുട്ടികളെ കൂടെ കണ്ടില്ലേ, നമ്മളുടെ ഫ്രണ്ടിന്റെ മക്കള് തന്നെയാണ്. ഇനിയിപ്പോ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ഇവിടെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കും. അമ്മമ്മയും മക്കളും കൂടെ പോയിട്ട് പച്ച മുന്തിരിയും തണ്ണിമത്തനും ആണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. ഈ സമയമാകുമ്പോഴത്തേനും എനിക്ക് ഒരു തവണ തലയിൽ വെക്കാനുള്ള അത്രയും പൂവ് ഞാൻ കോർത്തെടുത്തേ. തലേ ദിവസം രാത്രി തന്നെ രാവിലത്തേക്ക് എന്താ കഴിക്കാൻ വേണ്ടത് നമ്മ ചോദിച്ചിരുന്നേ. പുട്ട് മതി എന്ന് പറഞ്ഞപ്പോ അമ്മയുണ്ടല്ലോ ഈ നേന്ത്രപ്പഴം കൂടെ ഇടയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. പുട്ടിന് കറിയും വേറെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെങ്കിൽ എനിക്കുണ്ടല്ലോ പുട്ടും ഈ നേന്ത്രപ്പഴവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കറിയൊന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മുല്ലപ്പൂവ് കെട്ടിക്കഴിഞ്ഞ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കാനിരുന്നത്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കേണ്ട പരിപാടിയിലായിരുന്നു അമ്മ. വീട്ടിൽ എപ്പോഴൊക്കെ പോയാലും ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ ഒരു ദിവസമെങ്കിലും അമ്മയെ കൊണ്ട് മുരിങ്ങലക്കറി ഉണ്ടാക്കിപ്പിക്കുവേ. ഒലവക്കോട് ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ മുരിങ്ങലക്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുള്ള ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. ചെറുപ്പം മുതലേ നമ്മൾ കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞ് വന്നത് ആ ഒരു കറിയാണല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മമാരുണ്ടാക്കാറുള്ള ചില കറികളൊക്കെ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാവണത്. അമ്മ മുരിങ്ങല പറിച്ചെടുത്ത് വൃത്തിയാക്കി കറി ഉണ്ടാക്കണ സമയം കൊണ്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴത്തേനും ഈ കറിയുടെ മണം അങ്ങോട്ട് വന്നു തുടങ്ങി. കൊതി മൂത്തിട്ടുണ്ടല്ലോ, വേഗം പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി മുരിങ്ങലക്കറി മാത്രമായിട്ട് ഒഴിച്ച് കുറച്ച് ചോറ് അങ്ങോട്ട് ഉണ്ടു. അതും കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ഉറക്കമൊക്കെ പാസ്സാക്കി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ അമ്മ ചായ തിളപ്പിച്ച് വെച്ചിരിക്കണു. പിന്നെ അതും എടുത്ത് ഇവിടത്തെ എപ്പോഴത്തെയും പതിവ് പോലെ നേരെ ഫ്രണ്ടിൽ പോയി കുറച്ചധികം സമയം ഇരുന്ന് ചായ കുടിച്ചു തീർത്തു. മക്കള് ഫ്രണ്ടിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ കളിക്കാനായിട്ട് വേറെ കുട്ടികളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഏട്ടനും അനിയനും കൂടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചോണ്ടിരിക്കലാണ്. ആ സമയം കൊണ്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നേരെ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ കുറച്ചധികം മുറ്റുള്ളത് കൊണ്ട് അടിച്ചു തീർക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. പോരാത്തതിന് നമ്മുടെ ഹൃദയ ബേബി ഉണ്ടല്ലോ, ചെറിയ ആള്, ആശാൻ മുറ്റത്തുള്ള മണ്ണെല്ലാം വാരിയിട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ട് അടിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് അടിച്ചെടുക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾ കളിക്കുന്ന സമയത്ത് പറിച്ചെടുത്ത പൂവും ഇലകളും പിന്നെ പേപ്പറുകളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അമ്മ അപ്പുറത്ത് ഇപ്പൊ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുറ്റത്ത് ഈ മണ്ണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കുട്ടികൾ കളിക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് അടിച്ചു വിട്ടൂടെ എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിതാ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് അടിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതുണ്ടല്ലോ ഉണങ്ങിയ തുണി എടുത്ത് വെക്കലാണ് കേട്ടോ. അമ്മ അപ്പുറത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കുന്നത് രാവിലെ കഴുകിയിട്ട തുണികളാണ്. ഇവിടെ ഇപ്പൊ ഫ്രണ്ടിലും മുറ്റത്തും മണ്ണിലൊക്കെയാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ ബേബി ഇപ്പോൾ ഒരു ദിവസം എത്ര ഡ്രസ്സാ മാറ്റണമെന്നുള്ളതിന് കണക്കില്ല. വീടെത്തി കഴിഞ്ഞാല് അകത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇരിക്കാറുള്ളത് ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗം ഈ വരാന്ത പോലെയുള്ളത് നമ്മളിതിനിവിടെ പറയാറുള്ളത് തിണ്ണാന്നാണ് കേട്ടോ. ഇങ്ങനെയുള്ള പണികൾ ചെയ്യണതും ചായ കുടിക്കുന്നതും ഇനിയിപ്പോ ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ തിണ്ണയിൽ ഇരുന്നിട്ടാണ്. അതോടെ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള കലാപരിപാടി ആയിട്ടുള്ള മുല്ലപ്പൂ പറിക്കാനായിട്ട് ഇറങ്ങി. നമ്മളുടെ വീട്ടുമുറ്റത്തുള്ളത് ഏകദേശം വിരിഞ്ഞു തീർന്നിരുന്നേ. പിന്നെ ഞാനിപ്പോ ഈ പറിച്ചെടുക്കണതുണ്ടല്ലോ നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള വീട്ടിലെയാണ്. അവിടെയും ഇപ്പൊ ഈ പൂ പറിച്ചെടുക്കാനായിട്ട് ആരുമില്ല കേട്ടോ. വലിയമ്മയും വലിയച്ഛനും മാത്രമാണ് ഉള്ളത്. ചേച്ചിമാരെല്ലാരും കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട.
മുല്ലപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് പറിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം ഞാനത് പറിച്ചെടുത്തേ. എപ്പോൾ പൂ പറിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങിയോ കളി നിർത്തിയിട്ട് മോനും എൻ്റെ കൂടെ വന്നത് കണ്ടില്ലേ. ഇനിയിപ്പോൾ അവ സമ്മതിക്കുകയാണെങ്കിൽ വൈകുന്നേരം തന്നെ കോർത്ത് വെക്കും, അല്ലെങ്കിൽ രാവിലെയാണ് കോർക്കാറുള്ളത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടുമ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറാറുള്ളത്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ഉറങ്ങും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓരോ ദിവസവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കേ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.